നമസ്കാരം. ആയുർജിരിയിൽ ഇന്ന് പരിചയപ്പെടാനുള്ളത് 8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആയുർവേദത്തിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു ഔഷധമാണ് അമുക്കുരം അല്ലെങ്കിൽ വിതാനിയ സോംനിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധ എന്നുള്ളത്. അശ്വഗന്ധ എന്നുള്ള പേര് അശ്വത്തിൻ്റെ ഗന്ധമുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഔഷധത്തിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേര് തന്നെ മണത്ത് നോക്കുമ്പോൾ നമുക്കതൊരു കുതിരയുടെ സ്മെല്ലായിട്ട് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ ഇതിന് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ശുദ്ധി ചെയ്തിട്ടാണ്. ശുദ്ധി ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു പ്രൊസീജിയറൊന്നും അല്ല. നമ്മൾ പാലിൽ പുഴുങ്ങിയെടുത്തിട്ട് നിഴലിൽ ഉണക്കിയെടുക്കുന്നതാണ് ഈ ഒരു അശ്വഗന്ധ. അത് പൊടിച്ച് പൗഡറാക്കിയിട്ട് പൗഡർ ഫോമിലും അശ്വഗന്ധ അരിഷ്ടമായിട്ടും അശ്വഗന്ധ ലേഹ്യമായിട്ടും അശ്വഗന്ധ ലേഹ്യമായിട്ടും അങ്ങനെ പല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊതുവേ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദാഹരണക്കുറവുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണല്ലേ. പക്ഷേ അത് മാത്രമല്ല കേട്ടോ, ഇതിന് ഒരുപാടേറെ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ ആങ്ഷൈറ്റി പ്രശ്നങ്ങൾ, നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത് സംബന്ധിച്ചുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മസിൽ ബലം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മളിത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ അശ്വഗന്ധ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിലായാലും മുടിയുടെ ആരോഗ്യത്തിനായാലും ഒക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇതിപ്പം പൗഡർ രൂപത്തിലോ നിങ്ങൾ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പറയാൻ കാരണം നമ്മൾ ഈ അശ്വഗന്ധ ചെറിയ രീതിയിലൊരു പൊട്ടൻ്റ് ആയിട്ടുള്ള ഹെർബാണ്. അല്പം ചൂട് ശരീരത്തിന് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ പാലിൻ്റെ കൂടെ ചേർക്കുന്ന സമയത്ത് പാലിൻ്റെ ഗുണവും അതിന് കൂടെ തന്നെ പാല് ശീതവീര്യമുള്ളതായതുകൊണ്ട് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ അത് നമുക്ക് ബോഡിക്ക് എത്രയേറെ ഗുണകരമായിട്ടുള്ളതാണ്. അതുപോലെ അഫ്രോഡിസിയാക്ക് ആയിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉറക്കത്തിന് വേണ്ടിയിട്ടോ ഒക്കെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ശീതവീര്യം വരുന്നതാണ് നല്ലത്. പാലിന് കൂടെ അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും കൂടെ തിളപ്പിച്ചിട്ട് അതിലേക്ക് അല്പം അശ്വഗന്ധ ചൂർണം കൂടെ ഇട്ടിട്ട് അങ്ങനെ അതിൽ ശർക്കരയോ മധുരമോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. കാരണം ടേസ്റ്റിൽ അത്ര കേമനൊന്നും അല്ല അശ്വഗന്ധ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇത് കുടിച്ചിട്ട് കിടക്കാം. ഇനി ഈ കേസിൽ മാത്രമല്ല, നമുക്ക് ശരീരം വളരെ ക്ഷീണം തോന്നിയിട്ടുള്ള കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, അത്തരം കേസിലും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അത്തരം അസുഖങ്ങൾ വന്നിട്ടോ ക്ഷീണിതരായിരിക്കുന്നവർക്കും സർജറി പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ഷീണിതരായിട്ടിരിക്കുന്നു, ശരീരം മെലിഞ്ഞ് ശോഷിച്ചു പോയിട്ടുള്ള അവസ്ഥയിലും ഒക്കെ തന്നെ നമുക്കിത് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അശ്വഗന്ധ അനില സ്നേഹശ്വിത്ര ശോധ ക്ഷയാപഹ എന്നുള്ളൊരു റെഫറൻസിൽ പറയുന്നുണ്ട്. ഇത് അനില വാതരോഗങ്ങളിലും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ സ്കിന്നിലേക്കായാലും തന്നെ ചില സ്കിൻ കണ്ടീഷനിൽ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ പിമ്പിൾസ് പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കായാലും അല്ലെങ്കിൽ ഇത് മെലാനിൻ പ്രൊഡക്ഷനിൽ ഒരു വ്യത്യാസം വരുത്തുന്നത് കൊണ്ടും പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറയ്ക്കാനും അങ്ങനെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇത് തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യങ്ങളിലും പുറമേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇത് ഉൾപ്പെടുത്താറുണ്ട് നമ്മൾ പലപ്പോഴായിട്ട്. അപ്പോൾ ഇത് മുടിയുടെ ആരോഗ്യത്തിനായാലും ഇതിൻ്റെ ലേഹ്യമൊക്കെ ശരീരം വളരെ ശോഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അശ്വഗന്ധാദി ലേഹ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അജം അറിയാലോ, ആട്ടിൻ മാംസമാണ്. അതുകൊണ്ട് തന്നെ നോൺ വെജ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമീപത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സഹായം തേടാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിത് പറഞ്ഞത്, പാലിൽ ചേർത്ത് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായാലും അതുപോലെ വയറിന് ഉള്ള ആ ഭാഗങ്ങളിലുള്ള ഓർഗൻസിൻ്റെയൊക്കെ തന്നെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ നമുക്ക് ശരീരം ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ നമ്മൾ ഈ അമുക്കുരം മാത്രമല്ല, അമുക്കുരത്തിന് കൂടെ തന്നെ ശതാവരി എന്നുള്ള ഒരു ഔഷധം കൂടെ ചേർത്തിട്ട്, കാരണം ശതാവരി കൂളിംഗ് എഫക്റ്റ് ആയതുകൊണ്ട് ഇതിന് കൂടെ ചേരുമ്പോൾ വളരെ നല്ലൊരു
എഫക്റ്റീവ് പ്രിപ്പറേഷൻ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശതാവരിയുടെ പൗഡർ ആയാലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശതാവരി കിഴങ്ങ് തന്നെ ആയാലും പൽക്കഷായം വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഇതിന് കൂടെ ഇത് ഇത്തരം ഗുണങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ നമുക്ക് ഉറക്കക്കുറവ് എന്നുള്ളൊരു പ്രശ്നമൊക്കെ വരുമല്ലോ. പൊതുവെ നമ്മൾ കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കാനും അതുവഴി സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ളതിനെ കുറച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നല്ല ഇൻസോംനിയ കേസുള്ളവർ, ഉറക്കം ഇല്ലാത്തവർക്ക് വളരെ നല്ല ഒരു ഔഷധമായിട്ട് ഇതിന് കണക്കാക്കപ്പെടാം. അതുപോലെ തന്നെ നെർവ് സംബന്ധമായിട്ട് വരുന്ന പലവിധ അസുഖങ്ങൾക്ക് നമ്മൾ അശ്വഗന്ധ ചേർന്നിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ബല്യരസായനി തിക്ത കഷായോഷ്ണാദി ശുക്രല എന്നുള്ളതും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വാജീകരണമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വീര്യ വിഭാഗത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എപ്പോഴും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എപ്പോഴും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഇത് പൊതുവേ നമ്മൾ ഇതുപോലുള്ള ബലം വർദ്ധിക്കാനുള്ള കേസിലും ഒരു രസായനമായിട്ട് ഒക്കെ തന്നെയാണ് പറയുന്നത്. രസായനം എന്നുള്ളത് നമ്മുടെ ശരീരബലവും സൗന്ദര്യവും ആൻറ്റി ഏജിങ് എഫക്റ്റ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നിത്യ യൗവനം നിലനിർത്താൻ പറ്റുന്ന സാധനങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ചവനപ്രാശം പോലുള്ളവയൊക്കെ ഉണ്ടല്ലോ, അതിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ ഈ അശ്വഗന്ധ എന്നുള്ളത്. അങ്ങനെ ഒരുപാടേറെ ആയുർവേദ ഔഷധത്തിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. ഇനി ഇത് നിങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് പ്യുവർ ആയിട്ടുള്ള സാധനമാണോ എന്നൊക്കെ പറയാൻ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർവേദ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. നമ്മുടെ കോട്ടയ്ക്കലിൻ്റെ സീതാറാമനും ഒക്കെ തന്നെ ഈ ഒരു അശ്വഗന്ധ ചൂർണ്ണമുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ ഈ പാലിൽ ചേർത്തിട്ടുള്ള രീതിയോ അതോ അല്ലെങ്കിൽ ചായ രൂപത്തിലോ തയ്യാറാക്കാം. പക്ഷേ നമ്മൾ തേയിലപ്പൊടിയൊക്കെ ചേർക്കുന്നതിലും നല്ലത് ഇത് അല്ലാതെ കഴിക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ സ്വാദിൽ അല്പം പുറകിലോട്ടാണെങ്കിലും നമ്മളത് സ്വാദിന് വേണ്ടിയിട്ട് ശർക്കരയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷം തേനോ ഒക്കെ തന്നെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. ഇനി അതുപോലെ അല്പം ശരീരപുഷ്ടി എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ നെയ്യ് ചേർത്തിട്ട് കഴിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിൻ്റെ അനുപാനം തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒട്ടനേകം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഒത്തിരി കാലം മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ക്രീം തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പുറമേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഇതെങ്ങനെ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യുന്നതാണ് എപ്പോഴും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഉപകാരമുള്ളതായിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.